നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു. സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. എല്ലാവരും അവനെ പറ്റി പ്രശംസിച്ച് പറയുകയും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചസ്സു കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനുവരി മാസം 25-ാം തീയതി ഈ രാത്രിയിൽ ഈശോയുടെ ചുറ്റും നമ്മൾ ഇരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ പൗലോസിന്റെ മാനസാന്തരത്തെക്കുറിച്ചാണ്. ജനുവരി 25-ാം തീയതി തിരുസഭ ആഘോഷിക്കുന്ന തിരുനാൾ പൗലോസിന്റെ മാനസാന്തരത്തിന്റെ തിരുനാളാണ്. അങ്ങനെ പൗലോസ് അപ്പോസ്തലന് 2 പ്രധാനപ്പെട്ട തിരുനാളുകളാണ് ഒരു വർഷമുള്ളത്. ഒന്ന് മാനസാന്തരത്തിന്റെ തിരുനാൾ ജനുവരി 25-ന്, 2 രക്തസാക്ഷിത്വത്തിന്റെ തിരുനാൾ ജൂൺ 29-ന്. പൗലോസ് അപ്പോസ്തലനുണ്ടായ മാനസാന്തരം എന്തായിരുന്നു? നമ്മൾ പറയാറുണ്ട് സാവൂൾ പൗലോസായി മാറി എന്നത്. പേരിലുള്ള മാറ്റമല്ല മാനസാന്തരം എന്ന് പറയുന്നത്. കാഴ്ചപ്പാടിലുള്ള മാറ്റത്തെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പൗലോസ് തീക്ഷ്ണമതിയായിരുന്നു. മാനസാന്തരപ്പെടുന്നതിന് മുമ്പും ഈശോയെ അറിയുന്നതിന് മുമ്പും പൗലോസ് വിശ്വാസത്തെ പ്രതി, വചനത്തെ പ്രതി, മതത്തെ പ്രതി തീക്ഷ്ണതയുള്ളവനായിരുന്നു. പൗലോസ് തന്നെ പിന്നീട് എഴുതുകയാണ്, എന്റെ സമപ്രായക്കാരായ മറ്റെല്ലാവരെയും വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞാൻ തീക്ഷ്ണമതിയായിരുന്നു. അപ്പോൾ പൗലോസിന്റെ മാനസാന്തരം പൗലോസ് പറയുന്നത് പോലെ ആ തീക്ഷ്ണത ശരിയായ അറിവിലുള്ള തീക്ഷ്ണതയായിരുന്നില്ല. എന്റെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു. എന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈശോ മരത്തിൽ തൂക്കി കൊല്ലപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എങ്ങനെയാണ് പൗലോസിന്റെ ഈ കാഴ്ചപ്പാട് മാറിയത്? പൗലോസ്
യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ കാരാഗ്രഹത്തിലാകാൻ പോകുന്ന ആ പോക്കിൽ ഈശോ, ഉയർത്തെഴുന്നേറ്റ ഈശോ പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് ലോക അവസാനത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണെന്ന് വചനം പഠിച്ചിട്ടുള്ള പൗലോസിനറിയാം. നീതിമാൻ മാത്രമേ ഉയർത്തെഴുന്നേൽക്കുകയുള്ളൂ എന്നും പൗലോസിനറിയാം. അപ്പോൾ കൊല്ലപ്പെട്ട ഈശോ ഉയർത്തെഴുന്നേറ്റവനായി വന്നിരിക്കുന്നു എന്നത് പൗലോസിന് ഒരു പുതിയ ബോധ്യം നൽകുകയാണ്. ഒന്നാമതായി, കൊല്ലപ്പെട്ട ഈശോ അവൻ ശപിക്കപ്പെട്ടവനായിരുന്നില്ല, അവൻ നീതിമാനായിരുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. രണ്ടാമതായി, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാ ഒരു പുതിയ യുഗം, ഈശോയിലൂടെ ഒരു പുതിയ യുഗം ആരംഭിച്ചിരിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ പൗലോസ് ഈ പണിപ്പാട് മുഴുവനും, അവന്റെ പരിശ്രമം മുഴുവനും എന്തിനു വേണ്ടിയാണ്? നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ എനിക്ക് പങ്കാളിയാകണം എന്നതാണ് പൗലോസിന്റെ തീക്ഷ്ണതയുടെ പിറകിലുള്ള അടിസ്ഥാനം. അപ്പോൾ ഇതാ ഒരുവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവനാണ് സത്യം, അവൻ മാത്രമാണ് സത്യം, അവന്റെ ജീവിതമാണ് സത്യം, അവൻ മാത്രമാണ് സത്യം എന്ന ഒരു പുതിയ ബോധ്യം പൗലോസിന് കിട്ടിയതിനെയാണ് നമ്മൾ പൗലോസിന്റെ മാനസാന്തരം എന്ന് വിളിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ പൗലോസിനോട് ഈശോ സംസാരിച്ചു, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ഈശോ സംസാരിക്കുകയാണ്. പൗലോസ് ഈശോ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. പൗലോസ് ഈശോയോട് സംസാരിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പൗലോസ് ഈശോയോട് സംസാരിച്ചു. ഈശോ അവനോട് പറഞ്ഞതുപോലെ അവൻ അനുസരിച്ചു. ഇതിനെയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത്, ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ ഈശോയെ കാണുന്നു, ഈശോയെ കേൾക്കുന്നു, ഈശോയോട് സംസാരിക്കുന്നു, ഈശോയെ അനുസരിക്കുന്നു, ഈശോയെ അനുഭവിക്കുന്നു. ഈശോയെ ഇങ്ങനെ തന്റെ അസ്തിത്വത്തിൽ അനുഭവിച്ച പൗലോസിന് പിന്നെ തന്റെ പഴയ ദർശനങ്ങൾ, പഴയ കാഴ്ചപ്പാടുകൾ, അതിനെക്കുറിച്ചെല്ലാം പൗലോസ് പറയുകയാണ്, ഞാൻ അതിനെയെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. അതെല്ലാം വേസ്റ്റായിട്ട് കരുതുകയാണ്. ഈശോയെ കുറിച്ചുള്ള ജ്ഞാനം, ക്രൂശിതനെ കുറിച്ചുള്ള അറിവ്, ഉയർത്തെഴുന്നേറ്റവന്റെ ആ ദർശനം എല്ലാറ്റിനേക്കാളും വിലയുള്ളതാകയാൽ എന്റെ പഴയ തറവാട് മഹിമ, എന്റെ പഴയ അറിവ്, എന്റെ പഴയ തീഷ്ണത, അതിനെക്കുറിച്ചൊക്കെ ഞാൻ അതെല്ലാം വെറുതെ ഒരു ഉച്ഛിഷ്ടമാണ്, വേസ്റ്റായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എന്ന് പറയുന്ന തീഷ്ണത, എന്ന് പറയുന്ന ബോധ്യം, ഇതാണ് കൺവേർഷൻ. ഇനി ഈശോയിലായിരിക്കുന്നവൻ, പൗലോസ് പറയാണ്, പുതിയ സൃഷ്ടിയാണ്. പഴയതൊക്കെ കടന്നുപോയി, എന്റെ പഴയ ജഡത്തിന്റെ ദുരാസക്തികൾ കടന്നുപോയി, പഴയ കണക്കുകൂട്ടലുകൾ കടന്നുപോയി, പഴയ ചിന്താരീതികൾ കടന്നുപോയി. ഞാനൊരു പുതിയ മനുഷ്യനാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അങ്ങനെ പൗലോസ് അടിമുടി നവീകരിക്കപ്പെട്ടവനായി മാറി. അവൻ വചനമെഴുതുന്നവനായി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കയ്യിലെ തൂലികയായിട്ട് മാറി. പുതിയ നിയമത്തിലെ 4/3 ഭാഗവും പൗലോസാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവനൊരു പുതിയ മനുഷ്യനായിട്ട് മാറി എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയെ കാണുന്നവരാണ്, നമ്മൾ ഈശോയെ കേൾക്കുന്നവരാണ്, നമ്മൾ ഈശോയെ അറിയുന്നവരാണ്, ഈശോയെ അനുഭവിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് പൗലോസിനെ പോലെ അടിമുടി മാറിയവരായി തീരാത്തത്?
പൗലോസിന്റെ മാനസാന്തരത്തിന്റെ കഥ ധ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റവനെ കാണുകയാണ്, നമ്മൾ ഉയർത്തെഴുന്നേറ്റവനെ കേൾക്കുകയാണ്, നമ്മൾ ഉയർത്തെഴുന്നവറ്റവനുമായി ഇടപെടുകയാണ്. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചില പഴയ കാര്യങ്ങൾ നമ്മൾ കക്ഷത്ത് വെച്ചുകൊണ്ട് നടക്കുകയും അത് താഴെയിടാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നു. നമ്മൾ പഴയത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ട് പശുവും ചത്തു അല്ലേ, തൈരിന്റെ പുളിയും കെട്ടു. എന്നിട്ടും നമ്മൾ പശുവിനെ കുറിച്ചും തൈരിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് എന്ന് ചില സമയത്ത് പറയാറുണ്ട്. അപ്പോ ചത്ത പശുവിന്റെ കാര്യവും കെട്ടുപോയ പുളിയുടെ കാര്യവും ഇല്ല, തൈരിന്റെ പുളിയുടെ കാര്യമൊക്കെ നമ്മൾക്ക് മറന്നിട്ട് നമ്മെ മുന്നോട്ട് നയിക്കുന്ന എക്സ്ക്ലൂസീവായിട്ട് ഇനി പഴയതല്ല, ഞാൻ അടിമുടി പഴയ മനുഷ്യൻ എന്നിൽ നിന്ന് ഉരിഞ്ഞു മാറ്റപ്പെട്ടു, ഞാനിതാ പുതിയ മനുഷ്യനായ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്നത് പൗലോസിന്റെ പ്രഖ്യാപനമാണ്, പ്രസ്താവനയാണ്. നമുക്കതുപോലെ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ പൂർണ്ണമായും ക്രിസ്തുവിൻ്റേത് എന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈശോയെ പ്രതി ചില ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ വീണ്ടും പഴയ മനുഷ്യനായി തീരാറുണ്ട്. ഈശോയെ പ്രതി ചില സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ, ചില ഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നമ്മൾ അത് തള്ളിമാറ്റി പഴയ മനുഷ്യനെ ധരിക്കും. നമുക്ക് അനുദപിക്കാം. പൂർണ്ണമായും പുതിയ മനുഷ്യനായ ക്രിസ്തുവിന്റെ മനോഭാവങ്ങൾ നമ്മെ നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് ചേരാത്ത രീതിയിൽ ചിന്തിക്കുകയും ഈശോയ്ക്ക് ചേരാത്ത രീതിയിൽ സംസാരിക്കുകയും ഈശോയ്ക്ക് ചേരാത്ത രീതിയിൽ ഇടപെടുകയും ഇടപാടുകൾ നടത്തുകയൊക്കെ ചെയ്തതിനെ ഓർത്ത് ആത്മാർത്ഥമായിട്ട് അനുദപിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, ബോധ്യങ്ങളെ ഓർത്ത്, പൗലോസിൽ എന്നതുപോലെയുള്ള ഒരു അഭിഷേകം നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെ ഓർത്ത്, നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടായ മാനസാന്തരത്തിന്റെ അനുഭവങ്ങളെ ഓർത്ത്, ഒരു പുതിയ ജീവിതം ഈശോയിൽ നമുക്ക് നയിക്കാൻ കർത്താവ് ഇത് ആരംഭം കുറിച്ച് തന്നിരിക്കുന്നതിനെ ഓർത്തൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ അവിടുത്തെ വചനം കേൾക്കാൻ, അവിടുത്തെ സ്വരം ആസ്വദിക്കാൻ, അവിടുത്തെ ആരാധിക്കാൻ തക്കവിധം നമ്മുടെ ഹൃദയത്തെ കർത്താവ് അവിടുത്തെ അന്യതിയിലേക്ക് തിരിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ വെട്ടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. കരമടിച്ച് സ്തുതിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ 7 നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്,
നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. സമൂഹത്തിന് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനകളുണ്ട്. പ്രത്യേകിച്ച് കേരള സഭയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഭയിലുള്ള സംഘർഷങ്ങൾ, വേർതിരിവുകൾ, വിഭാഗീയതകൾ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുനാമത്തിന്റെ ശക്തിയിൽ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാകാനും സമാധാനത്തിലും സ്നേഹത്തിലും ഐക്യത്തിലുമായിരിക്കുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവരെയും താമസിക്കാൻ ഭവനമില്ലാത്തവരെയും ധരിക്കാൻ ആവശ്യത്തിന് വസ്ത്രമില്ലാത്തവരെയും നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനാഥമന്ദിരങ്ങളിലും വൃദ്ധമന്ദിരങ്ങളിലും കഴിയുന്നവരെ, കുടുംബങ്ങളിൽ ഏകാന്തതയിലും നിരാശയിലും ദുഃഖത്തിലും കഴിയുന്നവരെ, തളർന്നു കിടക്കുന്നവരെ, മരണാസന്നരായിരിക്കുന്നവരെ ഓർക്കാം, പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതത്തിലേക്ക് ഈ ദിവസങ്ങളിൽ പ്രവേശിക്കുന്നവരെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തതിൽ വിഷമിച്ച് മുന്നോട്ട് പോകുന്നവരെ, വന്ധ്യമായ ഉദരങ്ങളെ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. പരീക്ഷകൾ എഴുതുന്ന മക്കളെ സമർപ്പിക്കാം. കർത്താവിന്റെ കരുണ പെരുമഴ പോലെ ദേശത്തിന്റെ മേൽ പെയ്തിറങ്ങട്ടെ. ധാരാളം പേർ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിക്കാൻ മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ശിരസ് തറയിൽ മുട്ടിച്ചുകൊണ്ട് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും അങ്ങനെ ഞങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് വിശുദ്ധ പൗലോസിനെ പോലെ തീഷ്ണതയുള്ള ദൈവരാജ്യ ശുശ്രൂഷകരാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി. നാളെ നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.